ഏഴു വിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനാ മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ. ആരാധനയോടെ കണ്ടേ. ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയാണ് മാറത്തു പൊൻകച്ചയണിഞ്ഞും യേശുവേ കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്ക് യോഗ്യം സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. മക്കളെല്ലാം പാടിക്കുക. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. അപ്പാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. Lord, we worship you. ഹല്ലേലൂയ. കരമെല്ലാം ഉയർത്തി ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, അതാത് ഇരിപ്പിടങ്ങളിൽ അല്പനിമിഷം ഒന്ന് ഇരുന്ന് ഹൃദയം തുറന്ന് ശോഭപൂർണനായ കർത്താവിനെ ഭവനങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഒന്ന് കണ്ടേ. നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാം പ്രതീക്ഷ നമ്മുടെ കർത്താവാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ പ്രാർത്ഥനയുടെ ബലത്തിലല്ല നമ്മുടെ പ്രതീക്ഷ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ ബലത്തിലാണ് നമ്മുടെ പ്രതീക്ഷ. ഒന്നുമില്ലാത്തതിനിൽ നിന്ന് സകലത്തിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ ഒരു കർത്താവിനെയാണ് ഇന്ന് രാത്രിയിൽ വിളിച്ചപേക്ഷിക്കുന്നത്. ഈ ദിനങ്ങളിൽ മുട്ടുമുടക്കുന്ന ദൈവം നമ്മുടെ വിഷയങ്ങളെക്കാൾ എത്രയോ വലിയവനാണെന്നൊന്ന് അറിഞ്ഞ് ആ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുമ്പോൾ കരമൊന്നുയർത്തി കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നവൻ, ആകാശത്തെ തൻ്റെ കൈയുടെ ചാണുകൊണ്ട് അതിൻ്റെ പരിമാണം എടുക്കുന്നവൻ, അതിൻ്റെ അളവെടുക്കുന്നവൻ, ഓ ഭൂമിയിലെ പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട് തൂക്കുന്നവൻ. ഓ, he is the creator, he is Elohim, he is El Shaddai, oh he is the Lord Almighty. അവിടുന്ന് സർവശക്തനായവൻ. ആരാധനയോട് ആ വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ ദൈവം വലിയവനാണ്, അവിടുന്ന് ആദ്യനാണ്, അവിടുന്ന് അന്ത്യനാണ്, അവിടുന്ന് സ്തുതികൾക്ക് യോഗ്യനാണ്, അവിടുന്ന് പുകഴ്ചയ്ക്ക് യോഗ്യനാണ്. Worship him, worship him. കർത്താവിന്റെ സന്നിധിയിൽ അവിടുത്തെ മഹത്വം ഒന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരു പാട്ട് തന്നു. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. പ്രിയ ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽ, പ്രത്യേകിച്ച് പ്രിയ പാസ്റ്റർ ആൻഡ് ഫാമിലി, ഉള്ള മിനിസ്റ്റേഴ്സ്, എൻ്റെ ലൈഫിൽ മിനിസ്ട്രിയിൽ എപ്പോഴും ഒരു ബ്ലെസ്സിങ് ആണ്. ഇന്ന് പകലിലും ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. കർത്താവ് തന്ന ഈ പുതിയ പാട്ട് ഈ വേദിയിൽ പാടുമ്പോൾ എനിക്ക് എത്ര സന്തോഷമാണെന്നറിയാം. താരാപദമല്ല എൻ്റെ നാഥൻ്റെ കൈകളിൽ
ഒരു ചെറിയ മണൽത്തരി പോലെ ഉള്ളൂ. ഒന്ന് മനസ്സുകൊണ്ട് അതൊന്ന് കാണാൻ പറ്റും. കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാൻ കുഞ്ഞുങ്ങളിൽ പാടുപെട്ടവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. യെസ്, നമ്മൾ എണ്ണിയാലും ഒന്നും തീരത്തില്ല. പക്ഷെ നമ്മുടെ നാഥൻ്റെ, കർത്താവിൻ്റെ കൈകളിൽ അതൊരു ചെറിയ മണൽത്തരി പോലെ ഉള്ളൂ എന്നൊന്ന് കണ്ടേ. ആരാധനയിൽ ഹൃദയമൊക്കെ ഒന്ന് വലുതാകട്ടെ. യെസ്, എത്ര വലിയ ദൈവം. പക്ഷെ മക്കളെ മറന്നല്ലേ, എന്നാലും അവിടുന്ന് ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ദൈവപൈതലെ നമ്മെ ഓരോരുത്തരെ ഇല്ല, വചനം പറയുന്ന ഒരു ചെറിയ കുരുകിലിനെ പോലും അവിടെ നന്നായി അറിയുന്നു. യെസ്, ആ വാക്ക് കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഇന്ന് രാത്രിയിൽ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. സ്വർഗങ്ങൾ കടക്കുവാൻ കഴിയാത്ത വലിയ ദൈവം ഇന്ന് രാത്രിയിൽ എൻ്റെ ചെറിയ കണ്ണുനൂർ തുള്ളിയെ പോലും നന്നായി അറിയുന്നുവെന്ന് അറിഞ്ഞ ധൈര്യമുള്ളവരൊക്കെ ഒന്ന് കരമൊക്കെ ഒന്ന് തട്ടി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. യെസ്, that's why we worship him. He is high and exalted, but he considers each and every one of us. He considers those who are broken, those who are contrite in spirit, those who are humble. താഴ്മയുള്ളവരെ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവരെ അറിയുന്ന ഒരു നല്ല അപ്പ എനിക്കുണ്ട്. ഈ വരികൾ കേൾക്കുമ്പോൾ അതിങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നേ. ശാന്തമായി കേട്ടെ. അത് ആരാധനയെ കർത്താവ് തീർക്കും. താരാപദമെല്ലാം നാഥൻ കൈകളിൽ ചെറുതരി മണൽ പോലെ അങ്ങുന്നത ദൈവം അല്ലോ. താരാപദം എല്ലാം നാഥൻ കൈകളിൽ ചെറുതരി മണൽ പോലെ അങ്ങുന്നത ദൈവം. അപ്പാ, അങ്ങുന്നത ദൈവമല്ലോ. എന്നാലും ഏഴയെ ചെറുകുരികിലിൻ കണ്ണീരിനെ നന്നായറിയും എന്നാഥനെ. എന്തോരത്ഭുതമേ അപ്പാ, ദിവ്യ കാരുണ്യമേ. അനുഭവിച്ചവരെല്ലാം പറഞ്ഞു, എന്തോരത്ഭുതമേ. ദിവ്യകാരുണ്യമേ. ധ്യാനിച്ചു പാടിക്കും. താരാപദം എല്ലാം എന്നാഥൻ കൈകളിൽ ചെറുതരി മണൽ പോലെ. അങ്ങുന്നത ദൈവമല്ലോ, അങ്ങുന്നത ദൈവം അല്ലോ. താരാപദം എല്ലാം നാഥൻ കൈകളിൽ ചെറുതരി മണൽ പോലെ. ചേർന്ന് പറഞ്ഞു, അങ്ങുന്നത ദൈവമല്ലോ. എന്നാലും ചെറുകുരികിലിൻ കണ്ണീരിനെ നന്നായറിയും
ദിവ്യ കാരുണ്യമേ. ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോ കർത്താവിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നു ആരോടോ പറയുവാൻ. ഏറെ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളെ, ആരും അറിയുന്നില്ലല്ലോ എന്ന് കരുതുന്ന വലിയ കനമുള്ള വിഷയങ്ങളെ എൻ്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ നന്നായി അറിയുന്നു. എൻ്റെ നീതി മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ചില ജീവിതങ്ങളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് ഈ വരികൾ പാടുമ്പോൾ തന്നെ അവിടുത്തെ കരുണയുള്ള കണ്ണുകൾ പതിയുന്നു. ഞാൻ ഇങ്ങനെയാ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ചില മറഞ്ഞിരിക്കുന്ന ഫയലുകൾക്കടിയിൽ ഒരു മനുഷ്യന്റെ കണ്ണും എത്തിപ്പെടാത്ത ചില പേപ്പറുകളുടെ മേൽ ഇന്ന് രാത്രിയിൽ ഉയരത്തിൽ നിന്നൊരു കണ്ണ് വന്ന് പതിഞ്ഞാൽ അവിടുത്തെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അവൻ നിന്റെ തലയിലെ മുടി പോലും എണ്ണി അറിയുന്നു. ഇന്ന് രാത്രിയിൽ ഒന്ന് ധൈര്യമായി കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാമോ? അവിടുന്ന് ഉന്നത ദൈവമെങ്കിലും ഇന്ന് കരയുന്ന ദൈവ പൈതലിന് വേണ്ടി അവിടുത്തെ കരം ചലിക്കുന്നു. അവിടുത്തെ മക്കൾക്ക് വേണ്ടി അപ്പ ഇറങ്ങി നിൽക്കുന്നു എന്നറിഞ്ഞ് കരം ഒന്ന് ഉയർത്തി. എന്നാലും ചെറുകുരികിലിൻ കണ്ണീരിനെ നന്നായറിയും എന്നാഥനെ. എന്തോരത്ഭുതമേ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ. അനുഭവിച്ചവരൊന്ന് കര ഉയർത്തിപ്പോ. എന്തോരത്ഭുതമേ. ദിവ്യകാരുണ്യമേ. വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, ധൈര്യം ഒന്ന് വർദ്ധിക്കട്ടെ. ഞാൻ മനസ്സിലാക്കും ദൈവത്തിന്റെ ആത്മാവ് ഒരു വശത്ത് ചില ഹൃദയങ്ങളെ അടഞ്ഞുപോയ ആരാധനയുടെ വാതിലുകളെ കർത്താവ് തുറക്കുന്നു. അടഞ്ഞുപോയ സ്തുതികളുടെ ചില കിളിവാതിലുകളെ കർത്താവ് തുറക്കുന്നു. അവിടുത്തെ സ്നേഹം കണ്ട ആരും മൗനമായി. സ്വർഗത്തിന്റെ സൗന്ദര്യമായവൻ, താതന്റെ സന്തോഷമായവൻ, നമ്മെ സ്നേഹിച്ച് സകലത്തിനും ആധാരമായവൻ നമ്മെ തേടി ഈ താണ ഭൂമിയിൽ വന്നതെന്ന് ഓർത്ത് നോക്കിക്കേ. അവിടെ നമ്മുടെ വിഷയങ്ങളെ മാത്രമല്ല ഇന്ന് രാത്രിയിൽ അറിയുന്നത്, നമ്മെ അറിയുകയാണ്. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ മാത്രമല്ല തേടുന്നത്, അവിടുന്ന് നമ്മെ തേടി വന്നവനാണ്. Oh Jesus, thank you for you came to seek and save the lost. Father, you have found me tonight. Father, your eyes have found me. Thank you for your favor upon my life. അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ എൻ്റെ മേൽ പതിഞ്ഞതിനായിട്ടൊന്ന് നന്ദി എന്നൊന്ന് പറഞ്ഞ് ആരാധിച്ചേ. യേശുവേ നന്ദി. ആ വരികളൊന്ന് കണ്ടേ, ഹൃദയം തുറന്ന്. സ്വർഗത്തിൻ സൗന്ദര്യമേ, നാഥന്റെ സന്തോഷമേ, സകലത്തിൻ ആധാരമേ, യേശുവേ ആരാധ്യനേ. പടം സ്വർഗത്തിൻ സൗന്ദര്യമേ, താതന്റെ സന്തോഷമായവൻ, താതന്റെ സന്തോഷമേ, സകലത്തിൻ ആധാരമേ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എന്നാലും
ദിവ്യകാരുണ്യമേ, ഓ എന്തോരത്ഭുതമേ, ദിവ്യകാരുണ്യമേ. ആ വരികൾ എത്ര പേരുടെ ഹൃദയങ്ങളെ തുറക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ സൗന്ദര്യമായവൻ യേശുവാണ്, സൗന്ദര്യത്തിന്റെ നിറകുട. യെസ്, ഹല്ലേലൂയ. പിതാവ് പറഞ്ഞു, നീ എൻ്റെ പ്രിയപുത്രൻ, താതന്റെ സന്തോഷമായിരുന്നു. എന്നിട്ട് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് തന്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ, അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇന്ന് രാത്രിയിൽ ഒന്ന് ധൈര്യം പ്രാപിച്ച് ഈ പ്രാർത്ഥനയിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന മക്കളൊക്കെ കർത്താവിൽ ഒന്ന് ധൈര്യപ്പെട്ട് ആരാധനയോടെ കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് തട്ടി കർത്താവിന് മഹത്വം കൊടുത്തേ. Oh, we worship you, Jesus. For in you we find the fullness of beauty. Oh, you hold everything. അങ്ങാണ് സകലത്തിന്റെയും ആധാരമായവൻ, അങ്ങാണ് സകലത്തിന്റെയും ഉറവിടമായവൻ. യേശുവിനെ എനിക്ക് തന്നല്ലോ, നന്ദിയപ്പോ. പാടിക്കും. സ്വർഗത്തിൻ സൗന്ദര്യമേ, താതന്റെ സന്തോഷമേ, സകലത്തിൻ ആധാരമേ. യേശുവേ ആരാധനേ, യേശുവേ ആരാധ്യനേ, സ്വർഗത്തിൻ സൗന്ദര്യമേ, ഹല്ലേലൂയ, താതന്റെ സന്തോഷമേ, യെസ്, സകലത്തിൻ ആധാരമേ. ചേർന്ന് പാടിക്ക്. യേശു ആരാധ്യ, യേശുവേ ആരാധ്യനേ, എന്നാലും പാപികളിൽ ഒന്നാമനേ, എങ്ങനെ ഇത്രമേൽ സ്നേഹിച്ചു, എന്തോരത്ഭുതമേ, ദിവ്യകാരുണ്യമേ, ഓ എന്തോരത്ഭുതമേ. ഓ ജീസസ്, ഓ ജീസസ്, വർണ്ണിപ്പാൻ വാക്കുപോലെ ആശ്ചര്യമാണ്, അപ്രമേയമാണ്. ഇത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ വേറെ എവിടേക്കും ഞാൻ ഈ ചിന്തകൾ കേട്ടിട്ടുണ്ട്. കർത്താവ് തന്നൊരു ബോധ്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, കേൾക്കണേ. കടലിലെ സകല വെള്ളവും സാഗരത്തിലെ മുഴുവൻ ജലവും ഒരു തൂലികയിൽ മഷി പോലെ നിറച്ചു വെച്ചിട്ട് എഴുതുവാൻ ഒരു പേപ്പർ കിട്ടാഞ്ഞിട്ട് ആകാശം മുഴുവൻ ഒരു കടലാസ് പോലെ വിരിച്ചിട്ട് ഒന്ന് എഴുതി തുടങ്ങിക്കുക ദൈവ സ്നേഹത്തെ കുറിച്ച്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് എഴുതിയാലും കടലിലെ വെള്ളം തീർന്നേക്കാം, ആകാശം എഴുതി തീർന്നേക്കാം, പക്ഷെ എന്റെ യേശുവിന്റെ സ്നേഹം അത് തീരുകയില്ലെന്ന് അറിഞ്ഞവരെല്ലാം കരമെല്ലാം ഒന്ന് ചേർത്ത് തട്ടി ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ സ്നേഹം എത്ര വലുത്, അനുഭവിച്ചവരെല്ലാം പാടിക്കേ. പ്രബലാജകരം ശതുലർജകരേ, we worship you. Hallelujah. ഹൃദയം തുറന്ന് കണ്ടേ. സാഗര ജലമെല്ലാം എൻ തൂലികയിൽ നിറച്ച് ആകാശം മുഴുവൻ ദൈവസ്നേഹം
എഴുതി വച്ച സാഗര ജലം എല്ലാം എൻ തോലികയിൽ നിറച്ച് ആകാശം മുഴുവൻ ദൈവസ്നേഹം എഴുതി വച്ച എന്നാലും എൻ ദൈവമേ ആവിൽ ഒരു ചെറു കാണാമെഴുതാ ആശ്ചര്യമേ അപ്രമേ എല്ലാ കണ്ണുകളും ഓടിക്കും. എന്തോ അത്ഭുതമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുകയാണല്ലോ. നന്ദിയുടെ കണ്ണുനീർ ചാലുകളെ അങ്ങ് തുറക്കുകയാണല്ലോ. അപ്പൊ thank you for soaking us. Thank you for refreshing us. Thank you for visiting us again and again and again with your love. അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ വീണ്ടും വീണ്ടും അങ്ങ് പൊതിഞ്ഞ് സന്ദർശിക്കുന്നതിനായി ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ നാഥന്റെ മാർവിടമേ. ഇതുപോലൊരു ഭാഗ്യം, ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. നന്ദി. ഇതുപോലൊരു ആശ്വാസം എൻ്റെ നാഥന്റെ മാർവിടമേ. ഒന്ന് സന്തോഷിച്ച് പാടിക്കുക. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യം. വലിയ ധനം കിട്ടിയവരെ പോലെ പാടിക്കുക. ഇതുപോലൊരു ആശ്വാസം എൻ്റെ നാഥന്റെ മാർവിടമേ. എൻ്റെ നാഥന്റെ മാർവിടമേ. വലിയ ദൈവത്തിന്റെ അരികിൽ വന്നാൽ എത്ര വലിയ വിഷയവും അവിടുന്ന് ഏറ്റുകൊള്ളും. ഒന്ന് ധൈര്യം ചേർന്ന് കര ഉയർത്തി ഒന്ന് ആമേൻ പറയാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യെസ്, യെസ്, യെസ്. വയ്ക്കുക, വയ്ക്കുക, വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക, വയ്ക്കുക, വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. പഴയ ഇംഗ്ലീഷ് ഹിമ്മിന്റെ പരിഭാഷയാണ് ഇത്. പാടുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നൊരു പഴയ കഥയുണ്ട്.
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയാം. പണ്ടൊരു അപ്പച്ചൻ ഭയങ്കര ചുമടൊക്കെ എടുത്തോണ്ട് ഒരു കയറ്റം കയറി പോവാണ്. പണ്ടല്ലേ, ഒരു പഴയ കാലത്തെ കാളവണ്ടി ഈ കയറ്റം കയറി വരുമ്പോൾ ആ കാളവണ്ടിക്കാരൻ ഈ അപ്പച്ചൻ ചുമടെടുത്തോണ്ട് പോകുന്ന കണ്ടോ ഭയങ്കര സിമ്പതി, അനുതാപം ഒക്കെ തോന്നിയിട്ട് അപ്പച്ചനോട് പറഞ്ഞു കയറി പുറയിരുന്നോളെ. അപ്പച്ചൻ കയറിയിരുന്നു. കാളവണ്ടിക്കാരൻ വീണ്ടും വണ്ടി വിടുകയാണ്. കയറ്റമൊക്കെ കയറി ഇറക്കം ഇറങ്ങാൻ നോക്കുമ്പോൾ തിരിഞ്ഞ് ചുമ്മാതൊന്ന് നോക്കി അപ്പച്ചനെ. അപ്പച്ചൻ അകത്ത് കയറിയിട്ടുണ്ട്, പക്ഷെ അപ്പച്ചന്റെ തലയിലെ ചുമട് അതുപോലെ ഇരിപ്പുണ്ട്. അപ്പച്ചൻ എന്നാ പരിപാടി ചെയ്ത്? അപ്പച്ചൻ എന്തിനാ ഇത് ചുമന്നോണ്ട് ഇതിനകത്തിരിക്കുന്നത്? അപ്പച്ചൻ പറഞ്ഞു, മോൻ എനിക്ക് തന്നെ ലിഫ്റ്റ് തന്നത് വലിയൊരു സഹായം. ഞാൻ ഈ വലിയ ഭാരം കൂടെ എടുത്തു വെച്ച് വെറുതെ എന്തിനാ മോനെ ഈ കാളവണ്ടിയെ ബുദ്ധിമുട്ടി. ആ കാളവണ്ടിക്കാരൻ മാത്രമല്ല, ഇത് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്കും ചിരി വരും. പലപ്പോഴും നമ്മുടെ അനുഭവം ഇത് തന്നെ. നമ്മള് ഇതിനകത്ത് കയറിയെങ്കിലും, സൂമിൽ കയറി, യൂട്യൂബിൽ കയറി, പക്ഷെ ഇപ്പോഴും ഇറക്കി വെക്കേണ്ടത് ഇറക്കി വെച്ചിട്ടില്ല. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലാ വന്നതെങ്കിൽ ഒന്ന് സ്വതന്ത്രമായി ആ കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് തട്ടുമ്പോൾ തന്നെ ചിരിച്ച മുഖത്തോടെ, സന്തോഷത്തോടെ, യെസ്, ഇതിനകത്ത് കയറി ഇനി നീ ചുമന്നുകൊണ്ടിരിക്കേണ്ട കർത്താവിന്റെ പാദത്തിൽ, ആണിപ്പഴുതേറ്റ മുറിവേറ്റ പാദത്തിൽ വെച്ചൊന്ന് സന്തോഷമായി കുടുംബമായി കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് തട്ടി വയ്ക്കുക, വയ്ക്കുക, വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക, വയ്ക്കുക, വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും. വയ്ക്കുക, 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 വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക, 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 വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെ. വേദന സഹിച്ചു നിൻ ശരീരശക്തി പോയതാ, നിരാശയിൽ മുഴുകി നീ കിടക്കുമ്പോ. വേദന സഹിച്ചു നിൻ ശരീരശക്തി പോയതാ, നിരാശയിൽ മുഴുകി നീ കിടക്കുമ്പോ. യേശു ശക്തൻ മാറ്റുവാൻ അറിയുന്നയനായതും വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക, വയ്ക്കുക, വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക, വയ്ക്കുക, വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. ശത്രുവിനുപദ്രവം നിൻ ഹൃത്തിനെ തകർക്കുമ്പോൾ പരൻപരത്തിൽ കേൾക്കുന്നു നിൻ പ്രാർത്ഥന. ശത്രുവിനുപദ്രവം നിൻ ഹൃത്തിനെ തകർക്കുമ്പോൾ പരൻപരത്തിൽ കേൾക്കുന്നു നിൻ പ്രാർത്ഥന. ആയവൻ വഴി തുറന്നു ക്ഷേമമായി നടത്തുന്നു. വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക, വയ്ക്കുക, വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക, സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. ബ്ലെസ്സിംഗ് ടുഡേ എൽഡോസ്. സമയമൊക്കെ കഴിഞ്ഞു മോനെ, ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു എന്നൊക്കെ ആരെങ്കിലും ഇല്ലെന്നേ? ഒന്നും കഴിഞ്ഞിട്ടില്ല. വാഗ്ദത്തങ്ങൾ പൂർത്തിയാക്കുവാൻ അവിടുന്ന് ഇനിയും ശക്തി തരും, ആയുഷ് തരും, ആരോഗ്യം തരും. യൗവനാദശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീരം ജീവഭാരത്താ. യൗവനാദശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീരം ജീവഭാരത്താ. അപ്പോഴും വിടില്ലവൻ നടത്തും
ആരംഭമെത്തും അന്ത്യത്തോളവും വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക 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 നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക 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 നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും. വയ്ക്കുക 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 നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക 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 നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വാസത്തോടെ നിങ്ങളുടെ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും. എണ്ണി എണ്ണി വച്ച് വയ്ക്കുക വയ്ക്കുക ദേഹം ദേഹി ആത്മാവിൽ നിന്റെ മക്കൾ സ്വതന്ത്രമാകട്ടെ. Oh, there is freedom in the presence of God. Oh, വയ്ക്കുക വയ്ക്കുക എല്ലാ ഭയങ്ങളും എല്ലാ നിരാശകളും വയ്ക്കുക. കരങ്ങൾ തൊട്ട് അന്യഭാഷ പറഞ്ഞൊന്ന് ചേർത്ത് തട്ടി കർത്താവിന്റെ മഹത്വം കൊടുക്കുക. ഏത് ഖേദവും ഏത് ഭാരവും വയ്ക്കുവാൻ ഒരു പാദമുണ്ട്. വയ്ക്കാൻ ഏറ്റവും പ്രയാസമുള്ളൊരു വിഷയമായിരുന്നു മരണം. മരണവും അവിടുന്ന് നമുക്ക് വേണ്ടി ചുമന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ തല തകർത്ത് ജയം തന്ന നല്ല കർത്താവിന്റെ സന്നിധി നിൽക്കുന്നവരൊക്കെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അറിഞ്ഞു, ഇന്നലെ ഇവിടെ സമയമാം രഥത്തിലൊക്കെ സ്പീഡിൽ പാടിയ പിന്നെന്തിനാ ഭയപ്പെടുന്നത്? മരണത്തെ പോലും ജയിച്ച അധികാരിയായ സർവാധികാരിയായ യേശു കൂടുള്ളത് കൊണ്ട് കരമൊക്കെ ഒന്ന് ചേർത്ത് തട്ടി കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമേ. When the roll is called up yonder, 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 I'll be there. Where വിളിക്കും നേരം കാണും, where വിളിക്കും. നിരാശയിലല്ല, ദുഃഖത്തിലല്ല, പ്രത്യാശ ജയത്തോടെ പാടിക്കേ. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും. ഓ, പേർ വിളിക്കും നേരം കാണും. അതിന് കാരണമുണ്ട്. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരധര വിഷപ്പല്ലു തകർന്നതാകയാ. എനിക്കെല്ലും ഭയമില്ല, മൃത്യുവിനെ നമ്മൾ വെല്ലുവിളി. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. We worship you, Jesus. Hallelujah, ജയം ഹല്ലേലൂയ. രഗലം ശതുലം തഗലം ജരൽ പ്രവലം തരൽ ശഗലം തുരലം രഗലം ജഗലം തുരലം പ്രവലം ശഗലം തുരലം ശഗലം പ്രവലം ജഗലം തുരലം തരൽ രഗലം ശഗലം തുരലം ശഗലം പ്രവലം ശഗലം തുരലം ശഗലം തുരലം ശഗലം ശഗലം. കാലുകളിൽ ബലം
ഉയർത്തുന്നു. പ്രവനം ജഗനം ഗുരലൽ ഭവനം ശതുരർത്ഥകനം ധനരാജകരർത്ഥകനം. ക്ഷീണിച്ചിരിക്കുന്നവൻ അവിടുന്ന് ബലം നൽകുന്നു. ഓ, കെട്ടപ്പെട്ട് കിടക്കുന്നവരോട് ഇറങ്ങിപ്പോ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, victory belongs to the Lord. ജയം 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 ജയം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരമെല്ലാം ഉയർത്തി കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അജയം കരം ഉയർത്തി റിസീവ് ചെയ്യുന്നവരെല്ലാം അവനെ സ്തുതിക്കുമ്പോൾ തന്നെ അന്യഭാഷകളിൽ ഒരു മിനിറ്റ് ചങ്ങലകൾ പോലെ കെട്ടി മുറുക്കി നിന്ന ചിലതിനെ കർത്താവിന്റെ രാത്രിയിൽ അഴിക്കുന്നു. ഇനിമേറെ ദൂരം നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട്. ഇനിമേറെ ദൂരം ഈ ചർച്ചിന് മുന്നോട്ട് പോകുവാനുണ്ട്. അവിടുന്ന് ദർശനങ്ങളെ ഫുൾഫിൽ ചെയ്യും. അവിടുന്ന് ശുശ്രൂഷകളെ പൂർത്തീകരിക്കും. ഓ, നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ അവിടുന്ന് മടക്കി തരും. നഷ്ടപ്പെട്ട യൗവനത്തെ അവിടുന്ന് മടക്കി തരും. ഒന്ന് വിശ്വസിച്ച് കർത്താവിന് മഹത്വപ്പെടുത്തേ. എന്നേശു ജീവിക്കും നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ.